നമസ്കാരം സാർ. നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് അന്തിമവാദം ആരംഭിക്കുകയാണ്. അന്തിമവാദം ആരംഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ജയിൽ DGP ആയിരുന്ന, ജയിൽ മേധാവിയായിരുന്ന R. ശ്രീലേഖ അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് ദിലീപുമായി ബന്ധപ്പെട്ട് ചില വെളിപ്പെടുത്തലൊക്കെ അവർ നടത്തിയിരുന്നു. അവരുടെ സർവീസിലിരിക്കെയാണ് അത് സംഭവിച്ചതെങ്കിലും അവർ റിട്ടയർഡായതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലൊക്കെ നടത്തിയത്. അതിനെതിരായിക്കൊണ്ട് ഈ അതിജീവിത കോടതി അലക്ഷ്യ ഹർജി കൂടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും കേസിൻ്റെ ഒരു മുന്നോട്ട് പോക്ക്? അല്ലെങ്കിൽ ഈ കേസിൽ വലിയ തരത്തിലുള്ള ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട്, ദിലീപിനെ കുടുക്കാൻ വേണ്ടി തന്നെ ചെയ്ത ഒരു കേസാണ് ഇതാണെന്നാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ അഭിപ്രായം എന്താ? ഇത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കേസാണ്. അപ്പോൾ സിനിമയെപ്പോലെ തന്നെയാണ്, സിനിമയെ വെല്ലുന്ന ക്ലൈമാക്സും ആൻറ്റി ക്ലൈമാക്സും ഇതിനകത്തുണ്ട്. ഇപ്പം SN സ്വാമി, ജോഷി, ഡെന്നിസ് ജോസഫ്, T. ദാമോദരൻ ഇവരൊക്കെ എഴുതിയ കഥകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പഴയ ഹിറ്റായ സിനിമകളെല്ലാം അതിലെല്ലാം ഇത്തരത്തിലുള്ള ക്ലൈമാക്സും ആൻറ്റി ക്ലൈമാക്സും ഉണ്ട്. നമ്മൾ ദിലീപ് നിർമ്മിച്ച 2020 പോലെ തന്നെ വെല്ലുന്ന ഒരു സിനിമയായിട്ട് ഇതിനെ നമുക്ക്, കാരണം ഇതിൽ ആദ്യഘട്ടത്തിൽ ഈ അതിജീവിതയ്ക്ക് പരാതിയില്ലായിരുന്നു. ആദ്യഘട്ടത്തിൽ അതിജീവിത അന്വേഷണത്തോട് സഹകരിച്ചില്ല. അന്ന് രാത്രിയിലത്തെ അല്ലെ പിറ്റേ ദിവസം രാവിലെയും ഈ സംഭവം ഉണ്ടാകുന്നതിൻ്റെ ആ ദിവസവും അടുത്ത ദിവസവും അതിജീവിത വേറൊരു മാനസികാവസ്ഥയിലായിരുന്നു. ആ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനെ ആരും പുറത്ത് പറയത്തില്ല. വൈദ്യപരിശോധനയ്ക്ക് അവർ തയ്യാറായിരുന്നില്ല. ഏറ്റവും PT തോമസ് ഒക്കെ ഇടപെട്ടു. ഇടതുപക്ഷ സർക്കാരായിരുന്നു. അവസാനം ആ കേസ് FIR വീണു. അതിനുശേഷം അന്വേഷണവുമായി മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തു, കേസിലെ പ്രൈം അക്യൂസ്ഡിനെ. 3 മാസം കഴിഞ്ഞാണ് ഈ ദിലീപിനെ ഈ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്. 3 മാസം, അത്രയും 3 മാസക്കാലം ദിലീപിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവും ലഭ്യമല്ല. 3 മാസം കഴിഞ്ഞൊരു കത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് ഈ ദിലീപിനെ പ്രതിയാക്കുന്നത്. പ്രതിയാക്കിയത് തന്നെ അയാളുടെ കൈപ്പടയല്ല എന്ന് ഏകദേശം ഉദ്യോഗസ്ഥർക്കെല്ലാം അറിയാം. അത് ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശ്രീലേഖയ്ക്കും അറിയാം. അതിനുശേഷം WCCയുടെ ഒരു പിളർവ് ഉണ്ടാകുന്നു. ടൗൺ ഹാളിൻ്റെ മുമ്പിൽ ഒരു യോഗം സംഘടിപ്പിക്കുന്നു മലയാള സിനിമ ഇൻഡസ്ട്രി. അവിടെ വെച്ച് മഞ്ജു വാര്യരുടെ പ്രസംഗത്തോടുകൂടിയാണ് ഇത് കോൺസ്പിറസി ഉണ്ട് എന്നുള്ള മട്ടിലേക്ക് ഈ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പോകുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കേസിനകത്തിൽ എത്ര ഘട്ടങ്ങളിൽ ഈ കേസിനകത്ത് ഈ പ്രോസിക്യൂട്ടറെ എത്ര തവണ ഈ കേസിൽ മാറിയിട്ടുണ്ട്, എത്ര പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ രാജിവെച്ചിട്ടുണ്ട്. വിചാരണ തുടങ്ങിയപ്പോൾ ഈ അതിജീവിതം തന്നെ പറഞ്ഞു, പ്രോസിക്യൂട്ടറിൽ അവിശ്വാസം രേഖപ്പെടുത്തി പ്രോസിക്യൂട്ടറെ മാറി. വിചാരണ നടത്തുന്ന കോടതിയുടെ ജഡ്ജി വനിതാ ജഡ്ജി ആവണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു. അവസാനം ഈ നടി ആവശ്യപ്പെട്ട എല്ലാ സംഗതികൾക്കും സർക്കാർ വഴങ്ങി കൊടുത്തിട്ടുണ്ട്. അത് ന്യായമാണ്. ഒരു സ്ത്രീയാണ്, ഒരു അവരുടെ മാനത്തിന് വിലയുണ്ട്. പക്ഷേ അതുകൊണ്ട് പരാതി തീർന്നില്ല. വിചാരണ മുന്നോട്ട് പോയ ഘട്ടത്തിൽ ഈ കേസിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെട്ട ഘട്ടത്തിൽ ഈ അതിജീവിത തന്നെ ഈ വനിതാ ജഡ്ജിക്കെതിരെ പരാതിയുമായി രംഗത്ത് വന്നു. ഈ വനിതാ ജഡ്ജിക്കെതിരെ പരാതിയുമായിട്ട് വന്നതിന് ശേഷം അവരവിടെ പരാതി മാത്രം പറഞ്ഞല്ല നിന്നത്. അവരെന്ത് ചെയ്തു? അവർ ഹൈക്കോടതിയിൽ പോയി, സുപ്രീം കോടതിയിൽ പോയി. അത് കഴിഞ്ഞ് സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതിയിൽ നിന്ന് കടുത്ത പരാമർശം. ഇപ്പം നമ്മളിപ്പം പറയുമ്പം കേരളത്തിലെ ന്യായാധിപന്മാർ വേണേൽ ഒരു പറ്റം. കാരണം ഇതിനകത്തിൽ മാധ്യമങ്ങൾക്ക് ആദ്യം മുതൽ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ അടക്കമുള്ള ചില മാധ്യമങ്ങൾക്ക് ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട്. അതൊരു പരിശോധന ഏഷ്യാനെറ്റിനുമുണ്ട്. അങ്ങനെ അത് അവരുടെ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിരിക്കാം, അല്ലെ അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹൈപ്പ് കൊണ്ടായിരിക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഈ ഇത്തരത്തിലുള്ള കോടതികളിൽ നിന്ന് തുടർച്ചയായി തിരിച്ചടി നേരിട്ടിട്ടും അതിജീവിത പിന്നെയും പുറമോട്ട് മാറിയില്ല. അതിജീവിത പിന്നീട് ഈ കേസിനകത്തിൽ വിചാരണ കോടതിക്കെതിരെ പരാതിപ്പെട്ട് സുപ്രീം കോടതി വരെ തള്ളിയതിനു ശേഷം വീണ്ടും അതിജീവിത ഓരോ ഘട്ടത്തിലും ഓരോ തടസ്സ ഹർജികളുമായി മുന്നോട്ട് പോയി. ഈ 2017 ഈ കേസ് തുടങ്ങിയ തൊട്ട് ഇത്രയും കാലത്തിനകം ഈ കേസ് വിചാരണ നടപടികൾ പൂർത്തിയാവാൻ ഹൈക്കോടതിയും സുപ്രീം കോടതിയും വെച്ചിരിക്കുന്ന ടൈം ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടാക്കിയത് ഈ അതിജീവിത തന്നെയാണ്. പിന്നീട് നമുക്കറിയാം ഈ കേസിനകത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് DYSP ഒരു
ഈ കേസിൽ പ്രത്യേക താല്പര്യങ്ങളുണ്ടായിരുന്ന ഒരു DYSP എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ DYSPയെ പിന്നെ വധഭീഷണി ഉണ്ട്, അയാളെ കൊല്ലുമെന്ന് പറഞ്ഞു, അയാളെ കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദിലീപിനെതിരെ FIR എടുത്തു. അയാൾ ആ കേസിനകത്ത് ഹൈക്കോടതിയിൽ നിന്നും ഒക്കെ ആയിട്ട് ജാമ്യം എടുത്തു. അവസാനം ആ കേസിൻ്റെ അവസ്ഥ ഇന്നത്തെ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ആ കേസിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇവിടെ പൊതുജനം ചർച്ച ചെയ്യുന്നില്ല. പൊതുജനം ചർച്ച ചെയ്യുന്നത് ഒരു പരിധിവരെ നമ്മൾ ഒരു എത്ര സത്യവിരുദ്ധമായ ഒരു കാര്യമാണെങ്കിലും മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇതുപോലുള്ള സംഘടനകളും ഇതിനൊരു ഹൈപ്പ് കൊടുക്കുകയും ഇതിൽ തന്നെ ഊന്നി നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു പരിധി ജനങ്ങളിലൊരു അവിശ്വാസം അല്ലെങ്കിൽ ജനങ്ങളിലൊരു സംശയം ജനിപ്പിക്കാൻ ഈ കേസ് കഴിയും. അത് തന്നെയാണ് ഈ കേസിലും യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സാർ, അവിടെ ഒരു സംശയം, അതായത് സംശയത്തോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ ഹൈക്കോടതിയിൽ അന്ന് മുൻകൂർ ജാമ്യം പരിഗണിച്ചു. ദിലീപിൻ്റെ മുൻകൂർ ജാമ്യം പരിഗണിച്ചത് രണ്ടാമത് കേസെടുത്തപ്പോൾ, അതായത് പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ ഇറങ്ങിയതിന് ശേഷം ആ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട് അന്ന് ഈ കോടതിയിൽ ഈ ബൈജു പൗലോസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും തെറ്റാണെന്നും ദിലീപ് അന്ന് മറ്റൊരു കോടതിയിലാണ് ഉണ്ടായിരുന്നതെന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ വേറൊരു കോടതിയിലാണ് ഉണ്ടായിരുന്നതെന്നും അന്ന് തന്നെ പ്രതിഭാഗം പൊളിച്ച് കൈ കൊടുത്തു. അത് തന്നെ ഒരു ഫാബ്രിക്കേറ്റഡ് ആയിരുന്നു എന്നുള്ളത് അന്ന് ഹൈക്കോടതി തെളിഞ്ഞു. ഒന്ന്. രണ്ടാമത്തത്, ഈ പറയുന്ന പല ആളുകളും ചോദിക്കുന്നത്, ഇങ്ങനെ ദിലീപ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കേസൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് 10-75 ദിവസം ജയിലിൽ കിടക്കുക, വെറുതെ അങ്ങ് കിടക്കുമോ എന്നാണ് ചോദ്യം. അത് യഥാർത്ഥത്തിൽ ഒരു നിയമപരിജ്ഞാനം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും. ഇത്രയും പ്രശസ്തമായ അല്ലെങ്കിൽ ഇത്രയും ഒരു ഗുരുതരമായ ആരോപണം എപ്പോഴും ഹൈക്കോടതിയാണെങ്കിലും ട്രയൽ കോടതിയാണെങ്കിലും നോക്കുന്നത് കേസിൻ്റെ മെറിറ്റ് അല്ല നോക്കുന്നത്. കേസിലെ മെറിറ്റ് നോക്കുന്നത് വിചാരണ ഘട്ടത്തിൽ മാത്രമാണ് മെറിറ്റ് നോക്കുന്നത്. അപ്പം അതാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും ഒരു ജാമ്യം കൺസിഡർ ചെയ്യുമ്പോൾ പ്രധാനമായും നോക്കുന്നത് അട്രോസിറ്റി അഗൈൻസ്റ്റ് വുമണാണ്, റേപ്പാണ്, ഇതുപോലുള്ള കേസിനകത്ത് തന്നെയല്ല. അന്ന് കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടറും ഒക്കെ പറഞ്ഞത്, കോടതിയിൽ പറഞ്ഞത്, ഹൈക്കോടതിയിലൊക്കെ പറഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായുള്ള കൊട്ടേഷൻ റേപ്പ് എന്നാണ് പറഞ്ഞത്. അതായത് ഇതിനു മുമ്പ് റേപ്പ് ഉണ്ടായിട്ടുണ്ട്, ഗാങ് റേപ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കൊട്ടേഷൻ റേപ്പ് എന്ന് പറയുന്നൊരു സംഗതി ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രമാത്രം ഇതിനൊരു വലിയ ഒരു പ്രാധാന്യം നമ്മളെല്ലാവരും മാധ്യമങ്ങളടക്കം പോലീസടക്കം കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ പാർത്ഥൻ ചോദിച്ചതിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീരേഖയ്ക്കെതിരെ കേസ് എന്ന് പറയുന്ന അത് യഥാർത്ഥത്തിൽ ഈ ശ്രീരേഖ ഒരു സാധാരണ ഉദ്യോഗസ്ഥയല്ല, ഒരു IPS ഉദ്യോഗസ്ഥയാണ്. തന്നെ അവരുടെ സർവീസിൻ്റെ ഇത്രയും കാലഘട്ടത്തിനിടയിൽ അവരൊരു കളങ്ക പശ്ചാത്തലം അവരുണ്ടാക്കിയിട്ടില്ല. അവർ 2-3 ജില്ലകളിൽ SP മാരായിട്ടിരുന്നു. ആ ഇരുന്നിടത്തൊന്നും അവർ യാതൊരു തരത്തിലുള്ള പത്തനംതിട്ടയിൽ അവരിരുന്ന സമയത്ത്, പത്തനംതിട്ട SP ആയിരുന്ന സമയത്ത് അന്നൊരു വലിയ കേരളത്തെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന മദ്യ ബിസിനസ്സിനെ നിയന്ത്രിച്ചിരുന്ന ഒരു അബ്കാരി കോൺട്രാക്ടറുടെ ഗോഡൗൺ റെയ്ഡ് ചെയ്തപ്പം അന്നത്തെ ഭരണകക്ഷിയുടെ ജില്ലാ സെക്രട്ടറി അടക്കം അല്ലെങ്കിൽ അന്നത്തെ ഭരണകക്ഷി മുന്നണിയുടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കമുള്ള പറ്റുബുക്ക് ഉണ്ടായിരുന്നു. ആ പറ്റുബുക്ക് അവർ കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ അവർ അത്രമാത്രം ആർജവമുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. പക്ഷേ അവർ പലപ്പോഴും പിന്നീട് അത് കഴിഞ്ഞ് അവർ പല ലോ ആൻഡ് ഓർഡർ പോസ്റ്റിട്ടിരുന്നെങ്കിലും അവരൊരിക്കലും ഈ ഭരണ സംവിധാനത്തിൻ്റെ പൂർണ്ണമായും ആജ്ഞാനുവർത്തിയായി നിൽക്കാത്തൊരു സ്ത്രീയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പിന്നീടുള്ള കാലഘട്ടത്തിൽ വിജിലൻസ് അല്ലെങ്കിൽ അതുപോലുള്ള ഫയർഫോഴ്സ് അതുപോലുള്ള ജയില് ഒക്കെയാണ് അവർക്ക് കൊടുത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ, പക്ഷേ അവർ കേരളത്തെ ഞടുക്കിയ ഒരു കുപ്രസിദ്ധമായ ഒരു കേസ്, ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് ചികിത്സയിൽ കഴിഞ്ഞ് വരവേ ആ പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തി. അത് അതിൻ്റെ കോൺസ്പിറസിയൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. പക്ഷേ ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്നു. അവർ ആ കേസ് തെളിയിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും ഉള്ള പ്രതികൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പരമാവധി കഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള സ്ത്രീയാണ്. പിന്നീടുള്ള കാര്യം ഈ നമ്മൾ ഒരു IAS ഉദ്യോഗസ്ഥയോ IPS ഉദ്യോഗസ്ഥനോ ഒക്കെ തന്നെ ഉദ്യോഗസ്ഥകളോ ഒക്കെ തന്നെ ആത്മകഥ എഴുതുന്ന അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തുന്ന ആദ്യത്തെ സംസ്ഥാനമല്ല കേരളം. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ ജേക്കബ് തോമസ്, അശ്വത്ഥമാവ് വെറും ആനയല്ല, IASകാരനായ ശിവശങ്കർ, രാഷ്ട്രീയക്കാർ ആത്മകഥ എഴുതാറില്ലേ? എത്രയോ ചെറിയാൻ ഫിലിപ്പിൻ്റെ കാൽനൂറ്റാണ്ട് ആത്മകഥയെന്ന് അതിനെ പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും
പുസ്തകങ്ങൾ എഴുതുക, വെളിപ്പെടുത്തൽ നടത്തുക, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ഈ, കാരണം ഇവർ പറയുന്ന കാര്യങ്ങൾ ചിലർ പർപ്പസ്ഫുള്ളി കള്ളം പറയാൻ വേണ്ടി തന്നെ ആത്മകഥ എഴുതും. ചില കാര്യങ്ങളെ ഇപ്പം ഏറ്റവും അവസാനം ഇ പിയുടെ കട്ടൻ ചായയും പരിപ്പോടിയും, അതുപോലെ തന്നെ ഇപ്പം നജ്മ ഹബ്തുള്ള ഒരു ആത്മകഥ എഴുതി. അതിനകത്ത് നജ്മ ഹബ്തുള്ള പറയുന്നുണ്ട്, ഈ അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിക്ക് അത്ര തൃപ്തി ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള വെളിപ്പെടുത്തലുണ്ട്. അപ്പോൾ സത്യസന്ധമായി ആത്മകഥ എഴുതുന്നവരുണ്ട്, സത്യസന്ധമായി മീഡിയയോട് മനസ്സ് തുറക്കുന്നവരുണ്ട്. സെൻകുമാർ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? ഇപ്പോൾ ഈ സെൻകുമാറും ശ്രീരേഖയ്ക്കും ഒക്കെ പറ്റിയൊരു വലിയൊരു ഭാഗ്യദോഷം അല്ലെങ്കിൽ അവരുടെ കർമ്മദോഷം, അവർ BJP പോയി പെട്ടു. നമുക്കറിയാം കേരളത്തിൽ BJPയുടെ അവസ്ഥ നമുക്കറിയാം. കേരളത്തിൽ BJP ഒരു നിർണായക ശക്തിയല്ല. അവർ BJP ലധ്യൂരിറ്റി അവരെ കൂടുതൽ വളഞ്ഞിട്ട് ആക്രമിക്കാൻ, അതിപ്പോൾ റിപ്പോർട്ടറാണെങ്കിലും ഏഷ്യാനെറ്റാണെങ്കിലും ഒക്കെ തന്നെ ഈ ശ്രീരേഖയുടെ തോടെ കയറാൻ പറ്റും. കാരണം അവർ എത്തിപ്പെട്ടേക്കുന്ന രാഷ്ട്രീയ പാർട്ടി അതായതുകൊണ്ട് നമുക്കത് പോട്ടെ, നമുക്കത് വിഷയമല്ല. പക്ഷേ എന്നാൽ പോലും ഇതിനകത്ത് ഇപ്പം ശ്രീരേഖയ്ക്കെതിരെ കോടതി അലക്ഷ്യ ഹർജിയുമായിട്ട് അതിജീവിത പോയി എന്നാണ് പാർത്ഥൻ പറഞ്ഞത്, നമ്മുടെ വാർത്തകൾ കണ്ടത്. അവർ കോടതി അലക്ഷ്യ ഹർജിയുമായിട്ട് പോവുകയാണ്. വീണ്ടും ഈ കേസിനകത്തൊരു വലിയ ഒരു വലിയ എന്താ പറയുന്നത്, ഒരു പബ്ലിസിറ്റി കടന്നു വരികയാണ്. ഇപ്പം നമ്മൾ ഈ കേസിനെ ഒരു സിനിമ പോലെ, ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ടും മലയാളത്തിലെ പഴയകാല ത്രില്ലിംഗ് SN സ്വാമി, T ദാമോദരൻ കൂട്ടുകെട്ടിൽ പിറക്കുന്ന, അല്ലെങ്കിൽ ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിൽ പിറക്കുന്ന സിനിമകൾ പോലെ, സിനിമകളുടെ തിരക്കഥ പോലെ ഇതിനെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ തരത്തിൽ നമുക്കറിയാവുന്ന ഒരു വലിയ ഈ കേസിന് തന്നെ ഒരു മലയാളത്തിലെ എല്ലാ ചാനലുകളും പത്രങ്ങളും പറഞ്ഞു സംവിധായകൻ്റെ വെളിപ്പെടുത്തൽ. നമ്മളന്ന് സംവിധായകൻ്റെ വെളിപ്പെടുത്തലിന് വേണ്ടി TV ഓൺ ചെയ്ത് കാത്തിരുന്നപ്പോൾ ഒരു സിനിമയിൽ പോലും സഹസംവിധായകനായി പോലും ചെയ്തിട്ടില്ലാത്ത ബാലചന്ദ്രകുമാർ, ഈ ബാലചന്ദ്ര മേനോൻ നമ്മൾ കേട്ടിട്ടുണ്ട്, P ബാലചന്ദ്രൻ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ബാലചന്ദ്രകുമാർ എന്നിട്ട് ഞാൻ പിന്നീട് പലവട്ടം നമ്മുടെ ഈ സിനിമകൾ തുടങ്ങുന്നതിന് മുമ്പ് ഈ സിനിമകളുടെ സബ് ടൈറ്റിലും ഒക്കെ ഉണ്ടല്ലോ, അതിലെവിടെങ്കിലും ഈ ബാലചന്ദ്രകുമാർ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോൾ അയാൾ ഒരു സിനിമയിൽ പോലും സ്വതന്ത്ര സംവിധായകനായിട്ടോ സഹസംവിധായകനായിട്ടോ ജോലി ചെയ്തിട്ടില്ല. സിനിമക്കാരുടെ അടുക്കളയിലും സിനിമക്കാരുടെ വീടുകളിലും ഒക്കെ ഇങ്ങനെ ഗേറ്റുകളിലും പിന്നാമ്പുറങ്ങളിലൂടെ ഒക്കെ കയറി നടന്ന ഒരു മനുഷ്യനെ ഒരു എന്താ പറയുന്ന ഒരു രൂപത്തിൽ തന്നെ ചില പ്രത്യേകതകളുള്ള, ഞാൻ ആ വാക്ക് പറയുന്നില്ല, അത്തരത്തിലുള്ള ഒരുത്തരെ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് പറയിപ്പിച്ചു. ഇത് കോൺസ്പിറസി പ്രൂവ് ചെയ്യാനും ഇത്തരത്തിൽ അങ്ങനെ എന്തെല്ലാം നാടകങ്ങൾ, എന്തെല്ലാം തരത്തിലുള്ള സംഗതികൾ ഇതിനകത്ത് കൊണ്ടുവന്നു. ശ്രീരേഖയ്ക്കെതിരെ ഇപ്പോൾ ചിലപ്പോൾ ശ്രീരേഖയ്ക്കെതിരെ പരാതി കൊടുക്കും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആ ശ്രീരേഖയ്ക്കെതിരെ, കാരണം അങ്ങനെയാണെങ്കിൽ കോടതി അലക്ഷ്യ ഹർജി കൊടുക്കേണ്ടത് ആർക്കെതിരെയാണ് കൊടുക്കേണ്ടത്? ഇവിടുത്തെ മാധ്യമങ്ങൾക്കെതിരെയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ വിചാരണ കോടതി ജഡ്ജിയെ റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകൾ എത്ര നിശിതമായിട്ടാണ് വിമർശിച്ചത്. ഇത്രയും നീതിബോധമുള്ള ഫെയർ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡയറക്റ്റ് ജില്ലാ ജഡ്ജി, സാധാരണ ജുഡീഷ്യറിയിൽ കയറുന്നതിൽ ജില്ലാ ജഡ്ജി ആയിട്ടിരിക്കുന്ന കുറച്ച് പേർ, അവർ മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മജിസ്ട്രേറ്റായി, അത് കഴിഞ്ഞ് പിന്നെ സബ് ജഡ്ജ്, അഡീഷണൽ ജില്ലാ ജഡ്ജി ആയി കഴിഞ്ഞ് പിന്നെ റിട്ടയർമെൻറ്റിൽ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ജഡ്ജി തസ്തികയിലിരിക്കുന്നവരും ഉണ്ട്. പക്ഷേ ഇതെല്ലാം ജുഡീഷ്യറിയിലെ റാങ്കും തസ്തികകളും ഒന്നാണെങ്കിലും ഡയറക്റ്റ് ജില്ലാ ജഡ്ജി ആവുന്നവർ കുറച്ചുകൂടി, കാരണം അവർ 10-15 വർഷക്കാലം വക്കീലായി സജീവമായി പ്രാക്ടീസ് ചെയ്ത് കോടതികളിൽ നിന്ന് അനുഭവങ്ങളുണ്ട്. എന്താണ് കേസെന്നും ഒരു കേസിനകത്തിൽ ഒരാൾ പ്രതിയാവുന്ന സാഹചര്യം എന്താണെന്നും അത് ശരിയും തെറ്റും നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കപ്പാസിറ്റി മറ്റവർ മോശമാണെന്നല്ല പറഞ്ഞത്. പക്ഷേ അവരെക്കാട്ടിൽ കുറച്ചുകൂടി ഇപ്പം ഡയറക്റ്റ് IAS വരുന്നതും കൺഫർ ചെയ്ത IAS കിട്ടുന്നവരും പോലെ ഉള്ള ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥയായിട്ട് പോലും അവർക്ക് ഈ കേസിൽ അവർക്ക് സമ്മർദ്ദം അതിജീവിക്കാൻ പറ്റിയില്ല. അതെ. പിന്നെ ഹൈക്കോടതി പറഞ്ഞത് ആ കേസിലെ വിചാരണ പൂർത്തിയാവുന്നത് വരെ അവർ അതിൻ്റെ ഒരു ഡെഡ് ലൈനിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് അത് ആ കേസിൽ വിചാരണയുമായി അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അവർ തന്നെ വിധി പറയട്ടെ എന്ന് പറഞ്ഞു. വിധി പറയട്ടെ. കാരണം ഇതൊക്കെ പ്രത്യേകിച്ച് ഈ അട്രോസിറ്റി അഗൻസ്റ്റ് വുമൺ ഉള്ള ഒരു കേസിൽ സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഇത്തരത്തിലുള്ള കേസിനകത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക താല്പര്യം കാണിച്ചാൽ ആ കേസിനകത്തിൽ ഒരുപാട് വിമർശന വിധേയമാവും. പ്രത്യേകിച്ച് ഇവർക്ക് ഇനി അവർക്ക് കരിയർ ഉള്ളതാണ്. അവർ ഈ ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആവാൻ സെലക്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു
വനിതാ ജുഡീഷ്യൽ ഓഫീസറാണ്. അപ്പം അവരിൽ വരെ എന്തെല്ലാം കുറ്റാരോപണങ്ങളും എന്തെല്ലാം മോശപ്പെട്ട ആരോപണങ്ങളും പറഞ്ഞു. സാർ, അതിൽ ഈ ജഡ്ജിക്കെതിരെ, ബഹുമാനപ്പെട്ട ജഡ്ജിക്കെതിരെ പറഞ്ഞ ഒരു പ്രധാന ആരോപണം, ജഡ്ജിയുടെ അച്ഛൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ജഡ്ജിയുടെ ഭർത്താവിനെതിരെ അദ്ദേഹത്തിൻ്റെ ജഡ്ജിയുടെ ഫാമിലിയെ ആക്ഷേപിക്കുന്ന സൈബർ ആക്രമണം നടന്ന രീതി ഉണ്ടായി. ഇവർക്കെതിരെ ഒരു കേസും കിട്ടാത്തത് കൊണ്ട് ഈ അതിജീവിതയുൾപ്പെടെ മറ്റാളുകൾ ഒക്കെ ഈ ജഡ്ജിക്കെതിരെ പ്രധാനമായി പറഞ്ഞ കുറ്റം എന്ന് പറയുന്നത്, കോടതിയുടെ വിചാരണ വേദിയിൽ നമ്മൾ വിചാരണ ചെയ്യുമല്ലോ, ആ വിചാരണ വേളയിൽ ഇവരോട് ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഇവരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതാണ്. സാർ, ഞാനൊരു സാമാന്യമായ സംശയം, ഒരു സാധാരണക്കാരിയായ ഒരാൾക്കാണെങ്കിൽ അവരെ എങ്ങനെയാണോ ഒരു റേപ്പ് വിക്ടിമിനെ എങ്ങനെയാണോ ഈ കോടതി വാദിക്കുന്നത് അല്ലെങ്കിൽ വിചാരണ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഈ സെലിബ്രിറ്റിയാണ്, അതൊക്കെ ശരിയാണ്. എങ്കിലും അവർക്കും എല്ലാ ആളുകൾക്കും ഒരുപോലെ തന്നെയല്ലേ നീതി കിട്ടേണ്ടത്? ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ടൊന്നും നമുക്കറിയില്ലല്ലോ. അതായത് അവരെ വിചാരണ ചെയ്യുമ്പോൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, അവരെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നു, അതിന് ജഡ്ജ് കൂട്ടു നിൽക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മാധ്യമങ്ങൾ അന്ന് അന്തിച്ചർച്ചയാക്കും, അടുപ്പുകൂട്ടി ചർച്ചയാക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രസക്തി കൂടുന്നത്. യഥാർത്ഥത്തിൽ ഈ ജഡ്ജിയുടെ കുടുംബ പശ്ചാത്തലം ഒരു വലിയ പ്രധാനപ്പെട്ട ഘടകമാണ്. അവർ നല്ല കുടുംബത്തിൽപ്പെട്ടവരാണ്. കാരണം നമ്മുടെ ഒരു രാഷ്ട്രീയം, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളായി ജീവിതം ആരംഭിച്ച് വിദ്യാഭ്യാസം ചെയ്ത് ജുഡീഷ്യൽ വക്കീലായി പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെപ്പറ്റി ഒരു ദിശാബോധം ഉണ്ടാവും. സാധാരണ ഒരു വ്യക്തി ഒരു സ്ഥാനത്തിരിക്കുന്നതും, എനിക്കറിയാവുന്ന ഒരു SP ഉണ്ട്, ഹരിശങ്കർ. അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുകൊണ്ട് അദ്ദേഹം ജനങ്ങളോട് ഇടപെടുന്നതും അദ്ദേഹത്തിൻ്റെ ജനങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ കേൾക്കുന്നതൊക്കെ വളരെ, ഒരു ദിവസം ഞാൻ അത് നേരിട്ട് കണ്ടപ്പോൾ, അദ്ദേഹം ജനങ്ങളുടെ പരാതി കേൾക്കുന്നതോ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പം ഞാൻ അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഞാൻ അപ്പോഴേ ചിന്തിച്ചു, ഇത് ഒരു കൊള്ളാവുന്ന ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെയോ അമ്മയുടെയോ മകനായിരിക്കുമല്ലോ എന്ന് ചിന്തിച്ചു. അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ശങ്കർദാസ് എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ നേതാവിൻ്റെ മകനാണ്. ഞാൻ മറ്റുള്ളവർ മോശമാണെന്നല്ല പറഞ്ഞ്. മനസ്സിലായി. ഈ കോടതി ഈ കേസിൻ്റെ വിചാരണ നടക്കുന്ന ജഡ്ജി CPMൻ്റെ ഒരു നേതാവിൻ്റെ മകളാണ്. CPM ആയതുകൊണ്ട് അത് BJPയുടെ ഒരു നേതാവോ, CPMൻ്റെ ഒരു നേതാവോ, കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെയോ മകളോ മകനോ ആയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു പക്ഷത്തേക്ക് ചരിവുണ്ട് എന്നല്ല എൻ്റെ അർത്ഥം. അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങളെ വേണ്ടത്ര അപഗ്രഥിക്കാനും അവർക്ക് വേണ്ടത്ര നിലപാടുകൾ, വേറൊരു വനിതാ ജഡ്ജി ആയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അവർ മാനസികമായി തകർന്നു പോയേനെ. കാരണം അവരത്രമാത്രം ഈ ചാനലുകളെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, ഓൺലൈൻ പിന്നെ ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങളാണ് കുറച്ചൊക്കെ സത്യസന്ധമായി, എല്ലാ മാധ്യമങ്ങളും അല്ല, പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങൾ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ സജീവമായി കുറച്ചൊക്കെ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കൊണ്ടുകൂടാണ് ഇപ്പോൾ ഇത്രയും, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഇതിനെ മോശമാക്കി ചിത്രീകരിക്കാനും ഒക്കെ സാധിച്ചതിനെ. ആളുകൾക്കിപ്പോൾ രണ്ട് തലത്തിലായിട്ടുണ്ട് ആളുകൾ. ഇതിലെന്താണ് യാഥാർത്ഥ്യം? സംഭവിച്ചതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് എന്ന് തോന്നുന്ന വിധത്തിലുള്ള പല ഘടകങ്ങളും ഇതിൽ വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായത് ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നല്ല. അതിലൊക്കെ ചർച്ചയ്ക്ക് വന്ന ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും സാർ പറഞ്ഞതുപോലെ ഈ നവമാധ്യമങ്ങളിൽ നിന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. അതെ. അല്ല, നമ്മൾ പലപ്പോഴും ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഇടപെടലിന് ശേഷം നമ്മൾക്കറിയാം പല വലിയ വാർത്തകളും കേരളത്തിലെ പ്രമുഖമായ മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, ഓൺലൈൻ ചാനലുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വാർത്തകളൊക്കെ പലപ്പോഴും അവഗണിക്കുകയാണ്, നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ പുറത്ത് പലപ്പോഴും അവഗണിക്കുന്നതാണ്. ഈ കേസിലും യഥാർത്ഥത്തിൽ ഇത് ഈ ശ്രീരേഖയ്ക്കെതിരെ ഉയർത്തുന്ന ഇത്തരത്തിലുള്ള ഇതിനെ ശ്രീരേഖയെ മോശപ്പെടുത്തുക എന്നുള്ളതിലുപരിയായി ഈ കേസിൽ നടിക്ക് അനുകൂലമായൊരു തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. അതിന് തിരുവനന്തപുരത്ത് ഒരു ആശ്രമവുമായി ബന്ധപ്പെട്ടൊരു വിവാദത്തിൽപ്പെട്ട ഒരു വനിതാ ഉദ്യോഗസ്ഥയുണ്ടല്ലോ, ഒക്കെ അവരുടെ പേരറിയാം. അവർക്ക് പോലും അവരാണ് ഇതിൻ്റെ മറുവശത്ത് നിന്നത്. ഇപ്പം രണ്ട് വശമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ശ്രീരേഖയുടെ ആ ഭാഗത്തെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവർ ജയിൽ DGP ആയിരുന്ന സമയത്ത് അവർ ദിലീപിന് മാത്രമല്ല വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിഥി തൊഴിലാളിക്ക് മരിച്ചു പോകേണ്ട അതിഥി തൊഴിലാളിക്ക് എത്തി അവർ പുതപ്പും കിടക്കയും കൊടുത്തിട്ടുണ്ട്. അതാണ് പലരും കമൻ്റ് അയച്ചു വെച്ചത്. പക്ഷേ അത് ഇവിടെ ചർച്ച ചെയ്തില്ല. അവർ
പലപ്പോഴും ജയിൽ ഡി ജി പിമാർ ജയിൽ കാണാത്ത ജയിൽ ഡി ജി പി ഉണ്ട്. ജയിലിൻ്റെ ക്യാമറ സംഘവുമായിട്ട് ജയിലിലെത്തി വലതുകാൽ വെച്ച് അല്ലെങ്കിൽ ഇടതുകാൽ വെച്ച് അകത്ത് കയറിയതിന് ശേഷം ഒരു പടമെടുത്തിട്ട് അപ്പോൾ തന്നെ തിരിച്ചിറങ്ങി വരുന്ന ജയിൽ ഡി ജി പിമാരുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു ശ്രീരേഖ. അവർ ജയിലിലെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുമായിരുന്നു. ജയിലിലെ പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ജയിലെന്ന് പറയുമ്പോൾ നവീകരണശാലയാണ്. ജയിൽ ഒരിക്കലും നമ്മൾ സൗദി അറേബ്യയിലെയോ കുവൈറ്റിലെയോ നിയമമല്ല ഇന്ത്യയുടെ നിയമം. അപ്പം ജയിൽ എപ്പോഴും നവീകരണശാലകളാണ്. ഒരു റിമാൻഡ് പ്രിസണറെ ജയിലിൽ കൊണ്ടിടുമ്പോൾ അയാൾ കുറ്റവാളിയായിട്ടല്ല കൊണ്ടിടുന്നത്. അയാൾ തെളിവ് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയും അന്വേഷണത്തെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടിയും അയാളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയും തെളിവുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയുമാണ് അയാളെ ജയിലിലിടുന്നത്. മറ്റ് ഈ കുറ്റവാളിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇടുന്നത് സബ് ജയിലല്ലല്ലോ, സെൻട്രൽ ജയിലല്ലേ ഇടുന്നത്. അപ്പം ഒരിക്കൽ പോലും ഒരു വിചാരണ തടവുകാരനോട് അത്തരത്തിൽ പെരുമാറിയതിനെ പോലും സാമൂഹ്യ മാധ്യമങ്ങളല്ല, ഇവിടുത്തെ പ്രമുഖ ചാനലുകൾ വളരെ നിശിതമായി വിമർശിച്ചിരുന്നു. ഇത് വ്യക്തിപരമായി ശ്രീരേഖയോട് കാണിക്കുന്ന ഒരു വിദ്വേഷവും വെറുപ്പും മാത്രമാണ്. അതിൻ്റെ അടിയിൽ വന്ന പ്രധാനപ്പെട്ട കമൻറ്റ് സാറ് പറഞ്ഞതായിരുന്നു, അതായത് ദിലീപിനോട് മാത്രം എന്തേ സാധാരണക്കാരനോട് ഇത് ചെയ്യുമോന്ന്. അവർ സാധാരണക്കാരനും ദിലീപിനും ഒരുപോലെ പരിഗണന കൊടുത്തു എന്നാണ് സാറ് പറഞ്ഞത്. തീർച്ചയായിട്ടും അവർ ഹ്യൂമാനിറ്റേറിയൻ ആയിരുന്നു. അവർ പല ഇൻ്റർവ്യൂവിലും സാധാരണ ഇൻ്റർവ്യൂവിൽ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നത്. അവർ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഒരു കേസ് ആ കേസിൻ്റെ രണ്ട് വശവും പരിശോധിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ചിന്തിക്കുന്ന വനിതാ പ്രത്യേകിച്ച് IPS ഉദ്യോഗസ്ഥകൾ തന്നെ വനിതകൾ കുറച്ചുകൂടെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് അവർക്കുള്ളത്. പക്ഷേ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തയായിരുന്നു ശ്രീരേഖ. സാർ, ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചോദിക്കാം, നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. എങ്കിലും ഈ കേസ് അന്വേഷിച്ച ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ, ആ ഉദ്യോഗസ്ഥ മുമ്പ് അന്വേഷിച്ചൊരു കേസ്, അതായത് ഒരു സ്വാമിയുടെ ലിംഗം വെട്ടിമാറ്റിയതുമായി മുറിച്ചു കളഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ടായിരുന്നു. അതായത് ഒരു സ്വാമി ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ആ പെൺകുട്ടി സ്വാമിയുടെ ലിംഗം ഛേദിച്ചു എന്നായിരുന്നു വാർത്ത. ആ വാർത്തയിൽ കേരളമാകെ എന്ത് ചെയ്തു, അത് പിന്നെ വല്ലാതെ ആഘോഷിച്ചു. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് തന്നെ കിട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനനുകൂലിച്ചിരുന്നു അന്ന്, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ പിന്നീട് അതിലെ സത്യങ്ങൾ മുഴുവൻ പുറത്തു വന്നു. കാമുകന് വേണ്ടി കാമുകനും കാമുകയും കൂടെ ചേർന്ന് ഒരുക്കിയ തിരക്കഥയായിരുന്നു ഇത്. ഈ സ്വാമി ഇതിനെ എതിരെ പറഞ്ഞതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ മനഃപൂർവ്വം കെണിയിൽപ്പെടുത്തി ബലമായിട്ട് അദ്ദേഹത്തിന് ലിംഗം ഛേദിച്ചതാണെന്നും അതിന് അദ്ദേഹം മറുപടി അദ്ദേഹമായിട്ട് അത് പുറത്ത് ആ പെൺകുട്ടിയുടെ പേര് പറയാത്തത് കൊണ്ടാണെന്നും പറഞ്ഞു. ഇവരെ എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു. പക്ഷേ ആ കേസ് അന്വേഷണം നടത്തി വലിയൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാക്കി കോടതിയിൽ സമർപ്പിച്ചൊരു ഉദ്യോഗസ്ഥ ഈ കേസിനും അന്വേഷിച്ചിട്ടുണ്ട്. ആ തരത്തിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥ വരെ ഇവിടെ ഉള്ളപ്പോൾ അതിനെതിരെയും ആരോപണങ്ങളും വിമർശനങ്ങളും വരുന്നുണ്ട്. അതിനെതിരെ ആരോപണങ്ങളോ വിമർശനങ്ങളോ യഥാർത്ഥത്തിൽ വരുന്നില്ല. കാരണം അതിനെതിരെ വരുന്ന വിമർശനങ്ങളൊക്കെ ദിലീപിനെ ക്രൂശിക്കാൻ ഇവർ കൂട്ടുനിന്നതുകൊണ്ടും ഇവർ നേതൃത്വം കൊടുത്തതുകൊണ്ടും ആ അന്വേഷണ സംഘത്തെ ഏകോപിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മൊത്തം ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ ഇവർ ശ്രീരേഖ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു DIG പറഞ്ഞതിനെ പറ്റി, അതിനകത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥരായിരുന്ന CIമാർ പറഞ്ഞതിനെ പറ്റിയൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒറ്റ കാരണത്താൽ തന്നെ ഇവർക്ക് ഇപ്പോൾ സ്വീകാര്യത കൂടി. ആർക്ക് കൂടി? ഈ നമ്മുടെ ഈ സ്വാമിയുടെ ലിംഗം ഛേദിച്ച ആ കേസിൽ ആരോപണ വിധേയായ ആ കേസിൽ മാത്രമല്ല, അവിടുത്തെ ഒരു ഭൂമി ഇടപാടും ഇതിലേക്ക് വഴിവെച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. നമുക്കറിയാമല്ലോ, ആ ഒരു സന്യാസിയായ ഒരു സ്വാമിയുടെ കാര്യം. അപ്പം അതിലേക്കൊക്കെ വഴിവെച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഇതെല്ലാം യഥാർത്ഥത്തിൽ ഈ വനിതാ IPS ഉദ്യോഗസ്ഥ ഇത്തരത്തിലുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥയാണ്. അവരെപ്പറ്റി ഒരു ആരോപണം മാത്രമല്ല, നിരവധി ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളിൽ ഒടുവിലത്തെ ആരോപണം മാത്രമാണ് ഈ ദിലീപിൻ്റെ കേസിൽ അവർ കൃത്രിമം കാണിച്ചു എന്നുള്ള ആരോപണവും നിലനിൽക്കുന്നത്. പക്ഷേ നമ്മളെപ്പോഴും പറയുമ്പം നമ്മൾ അട്രോസിറ്റി അഗൈൻസ്റ്റ് വുമൺ അത്തരം കേസുകൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വളരെ കരുതൽ വേണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും ഇതിനകത്തിൽ ഒരാളെ പ്രതിയാക്കപ്പെട്ടാൽ അവർക്ക് പിന്നീട് പൗരാവകാശമില്ല, മനുഷ്യാവകാശമില്ല, സഞ്ചാര സ്വാതന്ത്ര്യമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അവരെ അനുകൂലിക്കുന്നവർക്കും ഇതെല്ലാം ബാധകമാണ്. അതാണ് ഇപ്പോൾ യഥാർത്ഥം സംഭവിച്ചത്. പക്ഷേ ഒരു പരിധിവരെ സാധാരണക്കാരിയായ സ്ത്രീയുടെ മാനസിക നിലയിലേക്ക് ശ്രീരേഖ മാറിയപ്പോൾ അവർക്ക് യൂട്യൂബ് ചാനലിന് ലൈക്ക് കിട്ടാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല. അവരുടെ മനസ്സിൽ കിടന്നിരുന്ന ഒരു വിങ്ങൽ അവർ പുറത്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെ ഇത്രമാത്രം
പരിഹസിക്കുകയോ അപഹസിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. സർ, ആരോപണ വിധേയായ ആ സ്വാമി ഉണ്ടല്ലോ, ഇപ്പം മൂകാംബികയിലോ അവിടെ എവിടെയൊക്കെ പോയി അവിടെയൊക്കെ ഇങ്ങനെ എന്താണ് ഭക്ഷണത്തിന് വേണ്ടി ഇരുന്നൊക്കെ ജീവിക്കുന്നു. അദ്ദേഹത്തെപ്പറ്റി ആരും അറിഞ്ഞില്ല. പിന്നീട് എപ്പോഴോ ഒരു മാധ്യമത്തിൽ കണ്ടതാണ് ഞാൻ. അദ്ദേഹത്തെ പോലും ആളുകൾ അത് ജീവിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത രീതിയിലേക്കാണ് അദ്ദേഹം പോയത്. അത്രയേറെ ആക്ഷേപിച്ചു. എന്നിട്ട് അതല്ല എന്ന് തെളിഞ്ഞപ്പോൾ കേരളമോ ഈ മാധ്യമങ്ങളോ ഒരു വാർത്ത പോലും കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇല്ല. പിന്നെ കാവ്യനീതി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതെവിടെയെങ്കിലും വന്നു ഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും. എന്തായാലും ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ഒരുപാട് പ്ലാൻ ചെയ്തുകൊണ്ട് ഒരാളെ ആക്രമിക്കുന്നതിലെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്ത് തന്നെയായാലും ആ അതിജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് കൃത്യമായ ഒരു വിചാരണയിലൂടെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം.